വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തൻ്റെ കൈകളാൽ മെനഞ്ഞ് തൻ്റെ ശ്വാസം നൽകി ജീവിപ്പിച്ച മനുഷ്യനിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നിട്ടും മനുഷ്യനെ തേടി ഏദൻ തോട്ടത്തിലേക്ക് ദൈവം വന്നത്. അന്വേഷിച്ചു വരുന്ന ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാതെ ദൈവശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടുന്നവരാ മനുഷ്യൻ എല്ലാവരും. ദൈവം ശൗമേലിനോട് സംസാരിച്ചു. 1 ശമൂവേൽ 3:1 മുതൽ വാക്യങ്ങൾ. ആദ്യ 3 പ്രാവശ്യം ശൗമേൽ ദൈവശബ്ദം മനസ്സിലാക്കിയില്ല. 4ാം തവണ ദൈവം വിളിച്ചപ്പോൾ അത് മനസ്സിലാക്കി. ശൗമേൽ പറഞ്ഞു, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. 1 ശമൂവേൽ 3:10. ബിലെയാമിനോട് ദൈവം സംസാരിച്ചു. പോകരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടും പോകുന്നതിനുള്ള അനുവാദം നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങി. ഒടുക്കം പോകുവാൻ ദൈവം അനുവദിച്ചു. എങ്കിലും ബിലെയാമിൻ്റെ യാത്ര കണ്ട് ദൈവം കോപിച്ചു. ദൈവദൂതൻ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് കഴുത കണ്ടു. എന്നാൽ ബിലെയാം കണ്ടില്ല. സംഖ്യ 22-23. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായ ദൈവം മോശയോട് സംസാരിച്ചു. എങ്കിലും മോശ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ല. പുറപ്പാട് 3:1 മുതൽ 10 വരെ. മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടന്ന് 40 വർഷവും മോശയുടെ കഷ്ടതകൾ കാണാതിരുന്ന ദൈവം എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ദൈവത്തിന് തൻ്റേതായ സമയമുണ്ട്. അതൊരിക്കലും തെറ്റില്ല. ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നവർ ദൈവശബ്ദം കേൾക്കും. മോശ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. തീ കണ്ടു, എന്നാൽ മുൾപ്പടർപ്പ് കത്തി അമർന്നില്ല. ഈ അത്ഭുത പ്രവൃത്തിയിൽ കൂടി ദൈവം നമ്മെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. ആവർത്തനം 4:24. കത്തി ജ്വലിക്കുവാൻ എനിക്ക് മുൾപ്പടർപ്പ് വേണം എന്നില്ല. ഏത് മുൾപ്പടർപ്പുകളിലും തീ കത്തിക്കുവാൻ എനിക്ക് കഴിയും. മോശയെ, കത്തുന്നത് നീയല്ല, ഞാനാണ് കത്തുന്നത്. നീയല്ല സംസാരിക്കുന്നത്, ഞാനാണ് സംസാരിക്കുന്നത്. നമ്മെ തന്നെ സ്വയമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ നമ്മെ ഒരു തീയാക്കി ഉപയോഗിക്കും. മുൾപ്പടർപ്പ് മരിച്ച അവസ്ഥയാണ്. മുൾപ്പടർപ്പിനെ ജീവനുള്ളതാക്കി തീർക്കുന്നത് അഗ്നിയായ നമ്മുടെ ദൈവമാണ്. കഷ്ടതകളുടെ അവസ്ഥയിൽ മാറി നിൽക്കുന്നവനല്ല നമ്മുടെ ദൈവം, നമ്മുടെ കഷ്ടത കാണുന്നവനാ ദൈവം. പുറപ്പാട് 3:7. കഷ്ടത കാണുന്ന ദൈവം കഷ്ടതയിൽ നിന്ന് വിടുതൽ നൽകുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട ദൈവം മോശയെ നിയോഗിച്ച് അവരെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നു. മോശ സ്വയം ഫറവോൻ്റെയും ജനത്തിൻ്റെയും അടുക്കിലേക്ക് പോയതല്ല, ദൈവനെ അയച്ചു. അതുകൊണ്ടാണ് ഭയം കൂടാതെ ഫറവോൻ്റെ മുൻപിൽ നിന്നത്. സ്വന്തം ശക്തി കൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഒരിക്കൽ സ്വന്തം ഇഷ്ടപ്രകാരം മോശ ജനത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നു. പുറപ്പാട് 2:12. പിന്നെ ചെന്നപ്പോൾ സഹോദരന്മാർ മോശയെ ഓടിച്ചു വിട്ടു. എന്നാൽ തുടർന്ന് ദൈവ ഇഷ്ടപ്രകാരം നിയോഗമേറ്റെടുത്ത മോശയ്ക്ക് 600,000 പുരുഷന്മാരെയും അവരോടൊപ്പം സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെയും ഫറവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ കഴിഞ്ഞു. മോശയ്ക്ക് നൽകിയതുപോലെയുള്ള നിയോഗം നൽകി നമ്മെയും അയച്ചിരിക്കുകയാണ്. ഈ നിയോഗം ഏറ്റെടുക്കണമെങ്കിൽ മോശ കണ്ടതുപോലെയുള്ള ഒരു മുൾപ്പടർപ്പ് മാത്രമാണ് നാം എന്ന് സമ്മതിക്കണം. നമ്മിൽ കണ്ടെത്തേണ്ടത് ദൈവമാണ്. ദൈവകരങ്ങളിലെ ഉപകരണം മാത്രമാണ് ഞാൻ എന്ന് സമ്മതിക്കണം. നിയോഗം ലഭിച്ച മോശ പറയുന്നത്, ഞാൻ എന്തുള്ളൂ, ഞാൻ ഒന്നുമില്ല. പുറപ്പാട് 3:11. ഈ മറുപടിക്കാണ് ദൈവം കാത്തിരുന്നത്.
അതുകൊണ്ടാണ് 40 വർഷം മരുഭൂമിയിലെ കഷ്ടതകൾ അനുഭവിച്ചിട്ടും ഇതുവരെ ദൈവം മിണ്ടാതിരുന്നത്. മോശ പറഞ്ഞു, ഞാൻ വിക്കനാ, സാമർഥ്യമില്ലാത്തവനാ, എനിക്ക് സംസാരിപ്പാൻ അറിയില്ല. പുറപ്പാട് 4:10. ബലഹീനത സമ്മതിച്ച മോശയെക്കുറിച്ച് സ്തെഫാനോസ് പറയുന്നത്, മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നുവെന്ന അപ്പോസ്തല പ്രവൃത്തി 7:22. മോശയിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം കത്തിജ്വലിച്ചപ്പോഴാണ് മോശ ശക്തനായി തീർന്നത്. നമ്മിലുള്ള കഴിവുകൾ ദൈവം തരുന്നത് മാത്രമാണ്. ദൈവം ബലപ്പെടുത്തുമ്പോൾ ആണ് ഫലമുണ്ടാകുന്നത്. ഒരിക്കൽ മോശ ജനത്തിൻ്റെ അടുക്കൽ പോയപ്പോൾ ജനം മോശയെ തള്ളിക്കളഞ്ഞതാ. പുറപ്പാട് 2:13-14 വാക്യങ്ങൾ. അന്ന് തൻ്റെ സ്വന്തം കഴിവിൽ മാത്രമാണ് മോശ ആശ്രയിച്ചിരുന്നത്. തന്നെ തള്ളിക്കളഞ്ഞ ജനത്തിൻ്റെ അടുക്കലേക്ക് ദൈവശക്തി പ്രാപിച്ച മോശ പിന്നീട് ചെല്ലുന്നു. ഞാൻ ഏതുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത്, നീയല്ല, ഞാനാണ് ഫറവോൻ്റെ മുമ്പിൽ സംസാരിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെ സമ്മതിക്കുന്നതുവരെയും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് ബലഹീനതകളെ സമ്മതിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കഷ്ടതകൾ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ഓർക്കുക, നമ്മിൽ ദൈവം പ്രവർത്തിക്കുന്നത് അവൻ്റേതായ സമയത്ത് മാത്രമായിരിക്കും. കുറവുകളെ സമ്മതിക്കുമ്പോൾ അവൻ നമ്മിൽ കത്തിജ്വലിക്കും. വൻ കാര്യങ്ങൾക്കായി അവൻ നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. കർത്താവേ, കേവലം ഒരു മുൾപ്പടപ്പായി എന്നിൽ കത്തിജ്വലിച്ച് നിനക്ക് പ്രയോജനകരമായ വിധത്തിൽ എന്നെയും ഉപയോഗിക്കണമേ. ആമേൻ.